ലോകത്തിൽ ഇന്നുവരെ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തിയ അനേകം വിശുദ്ധരുടെ, ഇന്നും മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അനേകം വിശുദ്ധരുടെ ദൈവമായ ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് എന്നും മഹത്വം ഉണ്ടാവട്ടെ. ഇത് ക്രിസ്മസിന് 2 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ക്രിസ്മസിന് തൊട്ട് മുമ്പുള്ള ആ കാലഘട്ടം, ആ ദിവസങ്ങളെ നാം സ്നാപക യോഹന്നാൻ്റെ ദിവസങ്ങളായിട്ട് കരുതുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് ഞാൻ ചിന്തിക്കുന്നു. യേശുവിൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തിയാകുന്നതിന് മുമ്പ് പ്രവാചകന്മാർ, അബ്രഹാം മുതൽ ഉള്ള പ്രവാചകന്മാരൊക്കെയും യേശുവിൻ്റെ വരവിനായിട്ട് വഴിയൊരുക്കിക്കൊണ്ടിരുന്ന പ്രവചനങ്ങൾ വഴിയായിട്ട് ദൈവഹിതം മനുഷ്യനെ അറിയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്ന പ്രവാചക ഒരു ഗണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ പ്രവാചകൻ എന്ന് ദൈവം തന്നെ വിശേഷിപ്പിച്ച അബ്രഹാം, അബിമലേക്കിനോട് സ്വപ്നത്തിൽ ദൈവം വെളിപ്പെടുത്തുന്നു, അബ്രഹാം ഒരു പ്രവാചകനാണ്, അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നീ സുഖം പ്രാപിക്കും, നിൻ്റെ ആളുകളും സുഖം പ്രാപിക്കും എന്ന് പറഞ്ഞ ദൈവത്തെ നാം കാണുന്നു. അന്ന് നമുക്കറിയാവുന്ന അബ്രഹാം സാറാ ദമ്പതികൾക്ക് വാർദ്ധക്യത്തിൽ അസാധ്യമായ ഒരു സംഭവം, വാർദ്ധക്യത്തിൽ അസാധ്യമായ, മനുഷ്യ കാഴ്ചപ്പാടിൽ അസാധ്യമെന്ന് വിശേഷിപ്പിച്ച ഒരു സംഭവം നമുക്കറിയാം. ഇസഹാക്ക് എന്ന കുഞ്ഞ് ജനിക്കുന്നു. 100 വയസ്സ് ആയ അബ്രഹാമിന് സാറ 90 വയസ്സായപ്പോൾ അവർക്ക് കുഞ്ഞ് ജനിക്കുന്നു. മനുഷ്യ ചിന്തയ്ക്ക് അപ്പുറത്ത്, മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത അത്ര ഒരു വലിയ അത്ഭുതം തന്നെ അവിടെ ദൈവം പ്രകടിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നു. അങ്ങനെ മറ്റു പ്രവാചകന്മാരിലൂടെ കടന്നു വന്ന് അവസാനമായിട്ട് നാം എത്തുന്നത് ഈശോയുടെ ജനനത്തിന് മുമ്പ് നാം എത്തുന്ന അവസാന പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കുന്ന സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ്റെ ജനനവും നാം ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും. അസാധ്യമെന്ന് മനുഷ്യൻ വിലയിരുത്തിയ, മുദ്രകുത്തിയ, വന്ധ്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട എലിസബത്ത്, സാറ വന്ധ്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വാർദ്ധക്യത്തിൽ 90 വയസ്സിൽ, എലിസബത്തും വാർദ്ധക്യത്തിൽ വന്ധ്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവൾക്ക് വാർദ്ധക്യത്തിൽ സക്കറിയ എലിസബത്ത് ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നതിൻ്റെ സംഭവത്തിലേക്കാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ്, ഈശോ ജനിക്കുന്നതിന് മുമ്പ്, സക്കറിയ, പുരോഹിതനായ സക്കറിയ ജൂദയായിൽ ഹെറോദേസ് രാജാവായിരുന്ന കാലത്ത്, റോമൻ ഭരണത്തിന് കീഴിൽ റോമൻ ആധിപത്യം നിലനിന്നിരുന്ന കാലത്ത് പൊറുതിമുട്ടിയ ജനം, നികുതി വഴിയും മറ്റ് പീഡനങ്ങൾ വഴിയായിട്ടും നിസ്സഹായതയിൽ ആയ ഒരു ജനം, ഇസ്രായേലിലെ യഹൂദവംശം, അങ്ങനെ നിസ്സഹായത അനുഭവിക്കുന്ന സമയത്ത് അവർ രക്ഷകൻ വരും എന്നുള്ള പ്രവചനങ്ങളെ വിശ്വസിച്ച ആ ജനം കാത്തിരുന്നു. അവർ രക്ഷകൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുന്ന സമയത്ത് സക്കറിയ എന്ന പുരോഹിതൻ, വൃദ്ധനായ പുരോഹിതൻ, ദേവാലയത്തിൽ ധൂപാർപ്പണത്തിനായിട്ട് എത്തുന്നു. അവരുടെ ടേൺ അനുസരിച്ച് ഓരോരുത്തർ ധൂപമർപ്പിക്കാനായിട്ട് ദേവാലയത്തിൽ കൂടുന്ന സമയത്ത് ധൂപം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധൂപപീഠത്തിൻ്റെ അരികിൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നാം കാണുന്നു. മാലാഖ സക്കറിയയോട് പറയുന്നു, നിനക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഇതൊക്കെ പറയുമ്പോൾ സക്കറിയ ഞെട്ടിപ്പോയി.
അവന് അതിശയമായി. അവന് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കുന്ന ഇതിനപ്പുറത്തുള്ള ഒരു വെളിപ്പെടുത്തലായിരുന്നു ആ സംഭവിച്ചത്. അവൻ ഒരു ചെറിയ യുക്തിവാദിയൊക്കെ ആയ പോലെയാണ് നമ്മൾ അവൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുക. അവൻ മാലാഖയോട് ചോദിക്കുന്നു, ഞാനിത് എങ്ങനെ മനസ്സിലാക്കും? ഇതെങ്ങനെ ഞാൻ തിരിച്ചറിയാം? അപ്പോൾ മാലാഖയ്ക്ക് മനസ്സിലായി, ഇവൻ്റെ പൂർണ്ണമായിട്ട് ഇത് വിശ്വസിച്ചിട്ടില്ല. ഞാനിത്ര പറഞ്ഞിട്ടും അവനിനും സംശയത്തോടെയാണ്. അപ്പോൾ അവനോട് പറഞ്ഞു, നിനക്ക് മനസ്സിലാക്കാനുള്ള തെളിവ് ഞാൻ തരാം എന്ന നിലയ്ക്ക് മാലാഖ അവനോട് പറഞ്ഞു, ഇന്നു മുതൽ ഈ പറഞ്ഞൊക്കെ സംഭവിക്കുന്നത് വരെ നീ മൂകനായിരിക്കും. മൗനവ്രതം അവന് ഉള്ള അനുഗ്രഹം അതാണ്, അവനുള്ള തെളിവ് അതായിരുന്നു. നീ ഇനി മിണ്ടാണ്ടിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ അന്നു മുതൽ അവന് സംസാരിക്കാൻ പറ്റാതെയായി. ധൂപാർപ്പണം കഴിഞ്ഞ് ദേവാലയത്തിന് പുറത്ത് വരുമ്പോൾ ജനങ്ങളൊക്കെ അവൻ വൈകിയതിനെ ഓർത്തൊക്കെ ചോദ്യം ചെയ്യാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അവന് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ജനം അതിശയത്തിലായി. പക്ഷേ അവൻ ആംഗ്യങ്ങളൊക്കെ കാണിച്ച് ഒരു വിധത്തിൽ പല കാര്യങ്ങളും അവർക്ക് വ്യക്തമാക്കുന്നു. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് അധികം വൈകാതെ തന്നെ എലിസബത്ത് ഗർഭിണിയാവുന്നു. കുഞ്ഞിനെ ഗർഭം ധരിച്ച് വൃദ്ധ ദമ്പതികൾ ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷിക്കുന്ന ഒരു ഘട്ടം. അങ്ങനെ ഒരു 5-6 മാസമായപ്പോൾ ദാവീദ് തൻ വംശത്തിൽ മാംസമായ വചനത്തെ നിർമ്മലയാം കന്യകതൻ ഉദരത്തിൻ ഫലമാക്കിയ മഹത്വത്തിൻ്റെ ദൈവം. അങ്ങനെ ആ മഹത്വത്തിൻ്റെ ദൈവം ദാവീദിൻ്റെ പിന്മുറക്കാരനായ ജോസഫിൻ്റെ ഭാര്യയായി വിവാഹമുറപ്പിച്ച മറിയയ്ക്ക് മാലാഖ പ്രത്യക്ഷപ്പെട്ട്, നീ ഗർഭം ധരിച്ച ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അവൻ ആരായിരിക്കുമെന്നൊക്കെ വെളിപ്പെടുത്തുന്നത് ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ മറിയം ഗർഭം ധരിച്ച് കഴിഞ്ഞ് ഈ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് മറിയം തൻ്റെ ബന്ധുവായ എലിസബത്തിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എലിസബത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ മറിയത്തിൻ്റെ ഉദരത്തിൽ നമ്മുടെ ശാസ്ത്രമായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും, 1-2 ആഴ്ച 3 ആഴ്ചയും ഒക്കെ ആയിട്ടുള്ള ഉദരത്തിൽ ശിശു വളർന്നു തുടങ്ങിയിട്ടുള്ള ആ കാലം ഏതാണ്ട് കടുകുമണിയുടെയോ ഒക്കെ അല്ലെങ്കിൽ മേളുമണിയുടെയോ ഒക്കെ വലിപ്പമുള്ള കുഞ്ഞ്. അങ്ങനെ മറിയം എലിസബത്തിൻ്റെ അടുത്ത് എത്തുന്നു. അപ്പോൾ 5-6 മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് എലിസബത്തിൻ്റെ ഉദരത്തിൽ സക്കറിയയോട് മാലാഖ പറഞ്ഞിരുന്നു, ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാവും എന്ന് യോഹന്നാനെ പറ്റി പറഞ്ഞിരുന്നു. അങ്ങനെ മറിയം എലിസബത്തിനെ കണ്ട് അഭിവാദനം ചെയ്യുന്ന സമയം നാം കാണുന്നു. ആ സന്തോഷം ദൈവാത്മാവ് അവിടെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയെ നാം കാണുന്നു. എലിസബത്തിൻ്റെ ഉദരത്തിൽ കുഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു എന്ന് അമ്മയായ എലിസബത്ത് മറിയത്തെ അറിയിക്കുന്ന ഘട്ടം നാം കാണുന്നു. ആത്മാവ് നിറഞ്ഞ 6 മാസം പ്രായമുള്ള ഏതാണ്ട് ഒരു പപ്പയയുടെ വലുപ്പം ഉണ്ടാവാം, 1 കിലോ ഏകദേശം പ്രായമുള്ള ശിശു ഉദരത്തിൽ തുള്ളിച്ചാടുന്ന സന്തോഷം കൊണ്ട് ആത്മാവ് നിറഞ്ഞ്, കാരണം ദിവ്യ ശിശുവാണ് അവിടെ സാന്നിധ്യം ഉള്ളത് എന്ന് മനസ്സിലാക്കുന്ന പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു യോഹന്നാൻ കുഞ്ഞിനെ നമ്മൾ അവിടെ കാണുന്നു. അപ്പോൾ അവിടെ എലിസബത്ത് ആത്മാവ് നിറഞ്ഞവളാകുന്നു, ഉദരത്തിലെ ശിശു ആത്മാവ് നിറഞ്ഞ ശിശുവായിട്ട് അവിടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. മറിയം ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തോത്രഗീതം ആലപിക്കുന്നു. വലിയൊരു സംഭവമാണ് അവിടെ നടക്കുന്നത്. മനുഷ്യന് അസാധ്യമായെന്ന് പൂർണ്ണമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് അവിടെയാണ് ദൈവം ഇടപെടുക. മനുഷ്യന് അസാധ്യമായത് നടത്തി കൊടുക്കുന്ന ദൈവം, അസാധ്യമായതിനെ സംഭവിപ്പിക്കുന്ന ദൈവം. സക്കറിയ തൻ്റെ യുക്തിബോധത്തിൽ ചോദ്യം ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ചിന്തിക്കാൻ തുടങ്ങിയത് എങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് മനസ്സിലാവണം എങ്ങനെയാണ്.
ഇന്നും യുക്തിവാദികൾ ധാരാളം പേര് ദൈവത്തെ ചോദ്യം ദൈവമുണ്ടോ, അല്ലെങ്കിൽ ഈ അടുത്ത് ഒരു യുക്തിവാദി, പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ചർച്ചയിൽ പറയാനിടയായത് ഞാൻ കണ്ടു. അദ്ദേഹം ചോദിക്കുക, ഈശോ അത്ഭുതങ്ങൾ അടയാളങ്ങളും കുറേ പ്രവർത്തിച്ചു, കൂട്ടത്തിൽ ഒരു കുരുടന് കാഴ്ച കൊടുക്കുന്നു. എങ്ങനെ? മണ്ണിൽ തുപ്പി ഒരല്പം തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അത് ആ കുരുടൻ അന്തൻ്റെ കണ്ണിൽ പുരട്ടി അവന് കാഴ്ച കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ബുദ്ധിമാനായിട്ടുള്ള യുക്തിവാദി ചോദിക്കുക, അപ്പോൾ ഈ തരം ഒരു ചികിത്സ അന്ന് ഇവർക്ക് ആസ്പത്രിക്കാർക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർക്കൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിൽ അന്തരം ഉണ്ടാവില്ലായിരുന്നു. മഹാനായ ഒരു യുക്തിവാദിയുടെ ചോദ്യമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ദൈവീക ഇടപെടൽ, ദൈവം പ്രവർത്തിക്കുന്ന എങ്ങനെയെന്നതിനെപ്പറ്റി യാതൊരു ബോധ്യവും ഇല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ്. കാരണം മനുഷ്യൻ ശാസ്ത്രത്തിൻ്റെ കീഴിൽ മനുഷ്യൻ ശാസ്ത്രീയമായിട്ട് പലതും കണ്ടുപിടിക്കുകയും വലിയ നേട്ടങ്ങളൊക്കെ കൈവരിക്കുകയൊക്കെ ചെയ്യുന്നു. ഈ ശാസ്ത്രശക്തികൾക്കും മാനുഷ്യശക്തികൾക്കും അപ്പുറത്താണ് ദൈവിക ശക്തി, മനുഷ്യന് സാധിക്കാത്തതാണ് എന്നൊന്നും ഈ യുക്തിവാദികൾക്കോ അല്ലെങ്കിൽ നിരീശ്വരവാദികൾക്കോ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവരതിന് ചിന്തിക്കാൻ തയ്യാറുമല്ല. അപ്പം യേശു ചെളി കൊണ്ട് മാത്രമല്ല കുരുടന് സൗഖ്യം കൊടുത്തത്, മറ്റു വാക്കുകൊണ്ടും മറ്റു സ്പർശനം കൊണ്ടും ഒക്കെ സൗഖ്യം കൊടുക്കുന്ന പല അനുഭവങ്ങൾ. മരിച്ചവരെ ഉയർപ്പിക്കുക, മുടന്തനും സൗഖ്യം കൊടുക്കുക, പല രോഗികൾക്ക് സൗഖ്യം കൊടുക്കുക, രക്തസ്രാവക്കാരിക്ക് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചപ്പോൾ സൗഖ്യം കൊടുക്കുക. ഇങ്ങനെ പലതും. ഇതിലേതിനെയൊക്കെയാണ് യുക്തിവാദികൾക്ക് ചികിത്സാ രീതിയായിട്ട് ഇന്ന് വേണ്ടതെന്ന് ചോദിച്ചാൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. അങ്ങനെ ഈശോ ചെയ്തതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ചികിത്സാ രീതിയായിട്ട് ക്രോഡീകരിക്കാനായിട്ടാണെങ്കിൽ അത്ഭുത ജനനവും ഇതെല്ലാം അതൊക്കെ ഇന്ന് ആരോഗ്യമേഖലയിൽ പ്രാവർത്തികമാക്കണമെന്ന് പറഞ്ഞാൽ അസാധ്യമായതിനെ സംഭവിപ്പിക്കുക എന്നുള്ളതാണ് ദൈവം ചെയ്യുന്ന പ്രവൃത്തി. അപ്പോൾ യുക്തിവാദികൾ ഈ കാര്യമൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. മനുഷ്യന് അസാധ്യമായത്. ഇനിയിപ്പോൾ യുക്തിവാദികളുടെ പ്രശ്നം എന്താ? അവർ ഈ വീണോടത്ത് ഉരുണ്ട് കിടന്ന് കളിക്കാം. സത്യം അന്വേഷിക്കാനും നീതിയും നന്മയും അന്വേഷിക്കാനും ഉള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതല്ല അവരുടെ ശ്രമം. പക്ഷെയോ അവർ വിശ്വസിച്ച് അവർ പിടിച്ച മുയലിന് എന്ന് പറഞ്ഞ പോലെ അതങ്ങോട്ട് സ്ഥാപിക്കാൻ നോക്കുക. സത്യാന്വേഷികൾ. ഞാൻ അപേക്ഷിക്കുകയാണ്, യുക്തിവാദികളോ നിരീശ്വരവാദികളോ ആരും ആയിക്കോട്ടെ, എല്ലാവരോടും എൻ്റെ അപേക്ഷ ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളെ തുറക്കുക. സത്യം നീതിയും നന്മ എവിടെയൊക്കെ ഉണ്ടോ അന്വേഷിക്കുക. ലോകത്തിലേക്ക് എല്ലാ മേഖലകളിലേക്കും നമ്മൾ നമ്മുടെ അന്വേഷണത്തിന് വിധേയമാക്കുക. സത്യം അന്വേഷിച്ചറിയാനുള്ള ആ ഒരു താല്പര്യം അടഞ്ഞ ഹൃദയങ്ങളായിട്ടല്ല, മനസ്സുകളായിട്ടല്ല നാം ഇരിക്കേണ്ടത്. തുറന്ന മനസ്സുകൾ. സത്യം അന്വേഷിക്കുക. എൻ്റെ മതം വലുത്, നിൻ്റെ മതം വലുത്, നീ വലുത്, ഞാൻ വലുത്, ഇതല്ല. ദൈവം വഴി നടത്തുന്നത് നന്മയുള്ള മനുഷ്യരെ, സത്യവും നീതിയും നന്മയും ഒക്കെ അന്വേഷിക്കുന്നവരെ തന്നിലേക്ക് അടുപ്പിക്കുക, സത്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക, പോഷിപ്പിക്കുക. ഇതൊക്കെയാണ്. ലോകത്തിൽ നന്മയുണ്ടാവട്ടെ. സർവ്വജനത്തിനും സമാധാനത്തിൻ്റെയും നന്മയുടെയും സന്ദേശമായിട്ടാണ് ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നത്. അങ്ങനെ ക്രിസ്മസിൻ്റെ ഈ വരവിലേക്ക് നാം നീങ്ങുമ്പോൾ നാം അറിയേണ്ടത് നമ്മുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും തുറക്കുക, സത്യം അന്വേഷിക്കുക. സത്യം അന്വേഷിച്ച് ദൈവനീതിയെ മനസ്സിലാക്കി ഒരു കടുംപിടുത്തത്തിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ പറയുന്നത് തെറ്റെങ്കിൽ മറ്റുള്ളവിടുത്തെ എവിടെയെങ്കിലും ശരിയുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കില്ല. ചിലർക്ക് ഒരു ചിന്തയുണ്ട്, ബൈബിള് ഒരിടത്ത് കാണിച്ചാൽ അവരെ കൊന്നുകളയാം, ബൈബിൾ പ്രദർശിപ്പിക്കാൻ പാടില്ല, കുരിശ് പ്രദർശിപ്പിക്കാൻ പാടില്ല,
കുരിശ് കണ്ട പിശാച് എന്ന് പറയുന്ന ചില ചെകുത്താൻ പിശാച് കുരിശ് കണ്ട പോലെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്നത് നല്ലതല്ല. ഈ ചാത്തൻ സേവ അല്ലെങ്കിൽ സാത്താൻ സേവ എന്നൊക്കെ പറയുന്ന ചില വിഭാഗം മനുഷ്യർക്ക് ഉള്ള ശീലം ഞാൻ കേട്ടിടത്തോളം അവർ ചെയ്യുക പ്രധാനമായിട്ട് കുരിശിനെ അപമാനിക്കുക, അല്ലെങ്കിൽ ബലിയർപ്പിച്ച വസ്തുക്കൾ കൊണ്ടുപോയിട്ട് അശുദ്ധമാക്കുക, അങ്ങനെ യേശു എന്ന പരിശുദ്ധ നാമത്തെ അവഹേളിക്കുക. അപ്പോഴാണ് അവർക്ക് പിശാചിനെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ. ഈശോയുടെ പരിശുദ്ധ നാമം ഇല്ലാത്തടത്താണ് പിശാചിന് പ്രവേശനം എന്നുള്ളത് സത്യം നമുക്കറിയാം. അപ്പോൾ പിശാചിനെ അല്ലെങ്കിൽ തിന്മയുടെ ശക്തിയെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ലാത്തടത്തേ പറ്റുള്ളൂ. അപ്പോൾ ദൈവ സാന്നിധ്യം അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക. നിരീശ്വരവാദികളും യുക്തിവാദികളും അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കാത്തവരും പലപ്പോഴും ശ്രമിക്കുന്ന അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ യേശു എന്ന രക്ഷകന് അവസാനം വഴിയൊരുക്കുന്ന ഒരു സ്നാപക യോഹന്നാനെയാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി, ഉദരത്തിലെ ശിശു പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശിശു 6 മാസം പ്രായമുള്ള കുഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇനി സക്കറിയ എന്ന പുരോഹിതനും എങ്ങനെയാണ് ആത്മാവ് നിറഞ്ഞവനാവുന്നത് എന്നതിനെപ്പറ്റി കുഞ്ഞ് സക്കറിയയ്ക്ക് യോഹന്നാൻ എന്ന കുഞ്ഞ് ജനിക്കുന്നു. ജനിച്ചു കഴിഞ്ഞ് അബ്രഹാം മുതൽ ഉള്ള ഉടമ്പടി, ദൈവജനത്തിനുള്ള ഉടമ്പടി, ദൈവം അബ്രഹാം മുതൽ മനുഷ്യനുമായിട്ട് സ്ഥാപിച്ച ഉടമ്പടിയാണ് പരിച്ഛേദന കർമ്മം എന്നുള്ളത്. അത് രക്ഷാകര ദൗത്യത്തിൻ്റെ പൂർത്തീകരണം വരെ അതിന് പ്രാധാന്യമായിട്ട് തന്നെ അനുഷ്ഠിച്ചിരുന്ന ഒരു കർമ്മമായിരുന്നു അത്. അങ്ങനെ യോഹന്നാനെ പരിച്ഛേദന കർമ്മത്തിനായിട്ട് ദേവാലയത്തിൽ കൊണ്ടുവരുന്നു. അപ്പോഴും മൗനവ്രതം ആചരിച്ചുകൊണ്ട് തന്നെ സക്കറിയ അവിടെ എത്തുന്നു. അവന് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഈ പരിച്ഛേദന കർമ്മത്തിൻ്റെ പൂർത്തീകരണ സമയത്ത് ശിശുവിന് പേര് കൊടുക്കേണ്ട ഒരു ചടങ്ങിലേക്ക് വരുന്നു. അപ്പോൾ എല്ലാവരും പേര് എന്താ കൊടുക്കുക എന്നുള്ള ചോദ്യമായി. അപ്പോൾ എലിസബത്ത് പറഞ്ഞു അവന് യോഹന്നാൻ എന്ന് പേര് കൊടുക്കണം. അപ്പോൾ ആളുകൾക്ക് അതിശയിക്കുക, ആ ഒരു പേര് നമ്മുടെ ബന്ധുക്കളിൽ ആർക്കും ഇല്ല, പിന്നെ എന്തിനാ പേര്? അപ്പോൾ അവർ സക്കറിയായുടെ അഭിപ്രായം അറിയാൻ വേണ്ടി അവനോട് ചോദിക്കാനായിട്ട് എഴുതിയോ ആംഗ്യം കാണിച്ചോ ഒക്കെ ആയിട്ട് ചോദിച്ചു. അവന് പക്ഷേ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ ഒരു പലക വരുത്തി അതിലെഴുതി ഇവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. എല്ലാവരും അതിശയിച്ചു പോയി, ആർക്കും അവരുടെ ബന്ധുക്കളിൽ ഇല്ലാത്ത പേര്. പക്ഷേ ആ നിമിഷം ദൈവത്തെ അക്ഷരം പ്രതി അനുസരിച്ച ആ നിമിഷം സക്കറിയായുടെ നാവിൻ്റെ കെട്ടഴിഞ്ഞു. അവൻ സംസാരിക്കാൻ തുടങ്ങി. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. അത്യുന്നതനായ ദൈവത്തിന് മഹത്വം എന്ന് അവൻ പ്രഘോഷിക്കാൻ തുടങ്ങി. എന്നിട്ട് അവൻ ചുറ്റും നിന്നവരോടും ആ കുഞ്ഞിനെ പറ്റി പറയാണ്, നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. നീ ഉദയരശ്മി, ഉന്നതത്തിൽ നിന്നുള്ള ഉദയരശ്മി വരുമ്പോഴേ ആ രക്ഷയ്ക്ക് മുന്നോടിയായിട്ട് രക്ഷകന് വഴിയൊരുക്കുന്ന മാനസാന്തരം വരുത്തി ജനങ്ങളെ യേശുവിന് സജ്ജമാക്കുന്ന, യേശുവിൻ്റെ വചനത്തിന്, യേശുവിൻ്റെ രക്ഷയുടെ ആ ഒരു വചനം സ്വീകരിക്കാൻ തയ്യാറായ ഒരു ജനത്തെ, സജ്ജീകൃതമായ ഒരു ജനത്തെ തയ്യാറാക്കി നിർത്തുന്ന അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന ശ്രേഷ്ഠനായിരിക്കും എന്ന് സക്കറിയ പ്രവചിക്കുകയാണ്. കുഞ്ഞ് വളരുന്നു. അവൻ വളർന്ന്, യോഹന്നാൻ വളർന്ന് അങ്ങനെ ഒരു പക്വതയായി കഴിയുമ്പോൾ അവൻ മരുഭൂമിയിലേക്ക് ദൈവഹിതം അന്വേഷിച്ച് അവൻ ഏകാന്തതയിലേക്ക് നീങ്ങുന്നു. പിന്നീട് നാം കാണുന്നത് അവൻ ജനങ്ങൾക്ക് മാനസാന്തരത്തിന്, പാപമോചനത്തെ പറ്റിയുള്ള അറിവ് കൊടുക്കുക, അവരെ മാനസാന്തരപ്പെടുത്തുക, അവർക്ക് രക്ഷയുടെ വഴി കാണിച്ചു കൊടുക്കുക. ആ രക്ഷകൻ വരുന്നു. ലോകം മുഴുവൻ ഇന്നുവരെ കാത്തിരിക്കുന്ന ദിവ്യരക്ഷകനിതാ എത്താറായിരിക്കുന്നു. നിങ്ങളൊക്കെ മാനസാന്തരപ്പെടുക,
ദൈവം മോശ വഴി 1500 വർഷങ്ങൾക്ക് മുമ്പേ 10 കൽപ്പനകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ കൽപ്പനകളൊക്കെയാണ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും ശക്തിയോടുമൊക്കെ സ്നേഹിക്കുക, തന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കുക, ആരെയും ദ്രോഹിക്കരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്, അന്യൻ്റെ ഭാര്യ മോഹിക്കരുത് എന്നൊക്കെ കൽപ്പിച്ച മോശയുടെ കൽപ്പനകളുണ്ടായിരുന്നു. ആ കൽപ്പന പ്രകാരമാണ് ഇസ്രായേൽ ജനം അന്ന് വരെ നിരന്തരമായിട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പ്രവചിച്ച് അങ്ങനെ ആ നന്മയുടെ രീതിയിലേക്ക് പാപമോചനം വഴി രക്ഷ നേടുക എന്ന ആ ഒരു പഠിപ്പിക്കൽ യോഹന്നാൻ ഇസ്രായേൽ ജനത്തിന് അന്ന് അവരെ പഠിപ്പിച്ചു. മാത്രമല്ല അവരെ അവൻ്റെ അടുത്ത് രക്ഷയ്ക്കായിട്ട് ഞങ്ങളിനി എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, നിങ്ങൾ അനീതിയായിട്ട് ഒന്നും ചെയ്യരുത്, നന്മ ചെയ്യുക, നീതിപൂർവ്വം പെരുമാറുക, ആരെയും ഉപദ്രവിക്കരുത് എന്നുള്ള പല വിധത്തിൽ നിർമ്മലമായ ഹൃദയത്തോടെ കാത്തിരിക്കുക രക്ഷകന് വേണ്ടി എന്നൊക്കെ പഠിപ്പിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം തരുന്നു. ജോർദാനിൽ മാമോദിസ അവർക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പക്ഷേ എൻ്റെ പിന്നാലെ വരുന്നുണ്ട് രക്ഷകനായ ദൈവം, അപ്പോൾ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും. നിങ്ങൾക്ക് നിത്യമായ രക്ഷയ്ക്ക് അവൻ കാരണമാകും എന്ന് അവൻ രക്ഷകനെ പറ്റി, യേശുവിനെ പറ്റി പ്രഘോഷിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രഘോഷിച്ച് യേശുവും കൂട്ടത്തിൽ സ്നാനപ്പെടുവാനായിട്ട് കൂട്ടത്തിലൊരുവൻ എന്ന നിലയ്ക്ക് അവൻ്റെ അടുത്തെത്തി. സ്നാപയോഹന്നാന് മുമ്പേ ദൈവത്തിൻ്റെ വെളിപാടുണ്ടായിരുന്നു. നീ ആരുടെ മേൽ ആരെ സ്നാനപ്പെടുത്തുമ്പോൾ അവൻ്റെ മേൽ പ്രാവിൻ്റെ രൂപത്തിൽ ദൈവാത്മാവ് ഇറങ്ങി വരുന്നത് നീ കാണുന്നുവോ, അവനാണ് രക്ഷകൻ. അങ്ങനെ സ്നാപകൻ തന്നെ അതിന് സാക്ഷ്യപ്പെടുത്തുന്നു, ഞാൻ കണ്ടു, ഞാൻ വിശ്വസിക്കുന്നു, അവനാണ് രക്ഷകനെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് നാം കാണുന്നു. പിന്നീട് ഈശോ തന്നെ സ്നാപക യോഹന്നാനെ പറ്റി, വലിയവനായ യോഹന്നാനെ പറ്റി ഇങ്ങനെ പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. മറ്റൊരു പ്രധാന കാര്യം ഈശോ ജനത്തോട് പറഞ്ഞത്, നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ, നിയമം മോശയുടെ നിയമം, പ്രവാചകന്മാർ അബ്രഹാം മുതൽ സ്നാപക യോഹന്നാൻ വരെ, നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ മാത്രമായിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം, അതാണ് ഈശോ പഠിപ്പിച്ച സുവിശേഷം. അതോടുകൂടി നിയമങ്ങളൊക്കെ അപ്രസക്തമാകുന്നു. പ്രവാചക ദൗത്യം, രക്ഷാകര ദൗത്യത്തിലേക്ക് നീങ്ങുന്ന പ്രവാചക ദൗത്യം, പ്രവാചക പരമ്പര അവസാനിക്കുന്നു. ഈശോ എന്ന ദൈവപുത്രൻ ഭൂജാതനായി കഴിയുന്നതോടുകൂടി കുരിശുമരണവും വഴിയായിട്ട് രക്ഷാകര ദൗത്യം പൂർത്തിയാക്കുന്നതോടുകൂടി സകല നിയമങ്ങളും പൂർത്തിയാക്കുന്നു. അങ്ങനെയാണ് ഈശോ ഇവിടെ ആ ഒരു രക്ഷാകര ദൗത്യം പൂർത്തിയാക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന് മുമ്പ് യോഹന്നാനായിരുന്നു അവസാന പ്രവാചകൻ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ മാത്രം. യോഹന്നാനെ പറ്റി അത്രയും ശക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തിയ ഈശോയെയാണ് നാം കാണുന്നത്. പക്ഷേ യോഹന്നാൻ എന്താ പറഞ്ഞേ? എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പ്രഘോഷിച്ച, യേശുവിനെ ജനത്തിന് കാട്ടിക്കൊടുത്ത, യേശുവിൻ്റെ വരവിന് മുമ്പ് ജനത്തെ സജ്ജീകൃതമാക്കി നിലനിർത്തിയ, ഞാൻ ഓർക്കുക, എമർജൻസി ടൈം 1976 ബീഹാറിലായിരുന്ന സമയം ഞാൻ ഓർക്കുന്നു. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നപ്പോൾ
ഞാനായിരുന്ന പരിസരത്ത് അവിടുത്തെ സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി വരുമെന്നുള്ള അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് വരവിൻ്റെ ആഴ്ചകൾക്ക് മുമ്പേ ആ പരിസരം മുഴുവൻ നിരീക്ഷണത്തിലായി. അവിടെ രഹസ്യാന്വേഷകരും പോലീസ് ഉദ്യോഗസ്ഥരും വളഞ്ഞ ആ പരിസരം മുഴുവൻ പൂർണ്ണമായി അവരുടെ കസ്റ്റഡിയിൽ ആക്കിയെടുത്തു. അവിടെ ക്രമീകരിച്ച് പ്രധാന വ്യക്തിയെ സ്വീകരിക്കാനും സുരക്ഷ ഒരുക്കാനും വഴിയൊരുക്കാനും വേണ്ടി അവിടെ അവർ എന്ന പോലെ സജ്ജീകൃതമായ ഒരു ജനഹൃദയങ്ങളെ തയ്യാറാക്കി നിർത്തുക രക്ഷകന്റെ വരവിന് വേണ്ടി. ആ ഒരു പ്രധാന ദൗത്യം നിറവേറ്റിയ അവസാന പ്രവാചകനായിരുന്നു സ്നാപക യോഹന്നാൻ എന്ന സത്യം നാം മറക്കരുത്. അപ്പോൾ ആ പ്രവാചകൻ കാണിച്ചു തന്ന രക്ഷകനെ ജനം പൂർണ്ണഹൃദയത്തോടെ സ്വീകരിക്കാൻ ഇടയാക്കിയതും ഇങ്ങനെ. പക്ഷേ അന്ന് ഇസ്രായേൽ ജനം കാത്തിരുന്നത് ദാവീദിനെ പോലെ യുദ്ധത്തിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു രക്ഷകൻ, ഒരു ദാവീദ് പോലെ ഒരു രാജാവിനെ ആയിരുന്നുവെങ്കിൽ ദൈവരാജ്യം എന്നത് ഈശോ കാണിച്ചു തന്ന, വെളിപ്പെടുത്തി തന്ന ദൈവരാജ്യം ആണ്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ് പ്രസംഗിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അത് ഈ ലോകത്തിൻ്റെ ഒരു രാജ്യമല്ല, ഈ ലോകത്തിൻ്റെ രക്ഷയല്ല, പക്ഷേ ദൈവീക രക്ഷ. അത് ഒരു ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടിയുള്ള രക്ഷ. ഒരു പക്ഷേ ചിലരൊക്കെ ചോദിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എന്തുകൊണ്ട് അപ്പോൾ ഇസ്രായേലിൻ്റെ മാത്രം ദൈവമാണോ? ഞാൻ ഒരു അധ്യാപകനും പ്രധാന അധ്യാപകനും ഒക്കെ ആയിരുന്ന അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴേ ക്ലാസ്സുകളിലായിക്കോട്ടെ അധ്യാപകർക്കിടയിലായിക്കോട്ടെ, നന്മയെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പ്രവർത്തിക്കുന്ന അധ്യാപകരോ സ്റ്റുഡൻസോ ആയിക്കോട്ടെ, ഒരു വ്യക്തിയെ വീതമെങ്കിലും എടുത്ത് മാതൃകയായിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. എന്തിനാത്? മറ്റുള്ളവർ ഈ ശ്രേഷ്ഠതയെ കണ്ട് ഇതുപോലെ ആവാൻ ശ്രമിക്കുക, ഇതുപോലെ മത്സരിക്കാനും ഇവനേക്കാളും അല്ലെങ്കിൽ ഇവളെക്കാളും കൂടുതൽ ശ്രേഷ്ഠത പ്രകടിപ്പിക്കാനും തയ്യാറാവുക, ശ്രമിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ. അങ്ങനെയാണ് ഓരോരുത്തരെ മോഡലായിട്ട് എടുത്തു. ഇസ്രായേൽ ജനത്തെ ദൈവം തെരഞ്ഞെടുത്ത് വേർതിരിച്ചുവെങ്കിൽ ലക്ഷ്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് തന്നെ. ലോകം മുഴുവൻ്റെയും ദൈവത്തിന് ഈ ജനം ആ ജനം അങ്ങനെയൊന്നുമില്ല. സർവ്വജനവും സർവ്വസൃഷ്ടിയും ദൈവത്തിൻ്റെയാണ്. അപ്പോൾ ഒരു പ്രത്യേക ജനവിഭാഗത്തെ മോഡലായിട്ടെടുത്ത് അവരെ ശിക്ഷണത്തിലൂടെയും രക്ഷയിലൂടെയും നയിച്ച് സർവ്വജനത്തിനും കാണാവുന്ന വിധത്തിൽ മാതൃകയാക്കി വഴി നടത്തുന്ന എന്തിനാ? ലോകം മുഴുവനും ഇവരെ കണ്ട് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് വിശ്വസിക്കുന്നവർ ഇങ്ങനെ രക്ഷിക്കപ്പെടും എന്ന് കണ്ട് അവരോടൊപ്പം അല്ലെങ്കിൽ അവരെക്കാളും കൂടുതൽ തീക്ഷ്ണതയോടെ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവീക പദ്ധതിയെ മനസ്സിലാക്കി മുന്നേറാനായിട്ട് അവരെ പ്രചോദിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് രക്ഷാകര പദ്ധതിയായിട്ട് ദൈവം ആവിഷ്കരിച്ചത്. അങ്ങനെ ആ രക്ഷയിലേക്ക് നമുക്കെല്ലാം പൂർണ്ണ ഹൃദയത്തോടെ മുന്നേറാം എന്ന് ആശംസിച്ചുകൊണ്ട്, ക്രിസ്മസ് ആണല്ലോ വരുന്നത്, ഏവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട്, മഹത്വത്തിൻ്റെ ദൈവത്തിന് ജനമധ്യേ സ്തുതികൾ, മഹത്വത്തിൻ്റെ ദൈവത്തിന് ജനമധ്യേ സ്തുതികൾ, മഹത്വത്തിൻ്റെ ദൈവം. ഹാപ്പി ക്രിസ്മസ്.